കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. ഈ വാക്യത്തിൽ 3 കാര്യങ്ങൾ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തോടുള്ള പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥിരമായി തുടരാനാണ് ബൈബിൾ നമ്മോട് പറയുന്നത്. ഒരു ദിവസം ചെയ്യണം, നിർത്തണമെന്നല്ല. ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ സ്ഥിരതയോടെ നാം ഉറച്ചു നിൽക്കണമെന്നാണ് ബൈബിൾ നമ്മോട് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് സ്തോത്രത്തോടുകൂടെ ആയിരിക്കാനാണ്. ദൈവം ഇതിനകം ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്ത് കൃതജ്ഞതയും സ്തോത്രവും ചേർത്ത് പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ദൈവമേ നന്ദി എന്ന ഹൃദയം പ്രാർത്ഥനയെ വളരെയധികം ശക്തമാക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമതായി പറയുന്നത് ജാഗരിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ ഉണർന്ന മനസ്സോടെ, ശ്രദ്ധയോടെ, ആത്മീയമായ ബോധത്തോടെ ഇരിക്കുക. ഉണങ്ങിയ രീതിയിലല്ല, ദൈവത്തോട് സംസാരിക്കുന്നു എന്ന ബോധത്തോടെ നാം എപ്പോഴും ആയിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. ചുരുക്കത്തിൽ പറയുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ നന്ദിയോടും ശ്രദ്ധയോടും സ്ഥിരതയോടും കൂടിയ ജീവിതമാണ് നയിക്കേണ്ടത്. പ്രാർത്ഥനയെയും ദൈവസന്നിധിയെയും ഒരിക്കലും അവഗണിക്കരുത് എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.